ഇപ്പൊ പൊതുവെ ഇപ്പൊ മീനാക്ഷിയുടെ സ്റ്റാർട്ടിങ് കരിയർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കണേ, ഇപ്പൊ നമ്മളിപ്പോ പഠിത്തം ഒന്നാമത് ചെറിയൊരു പ്രായം കൊണ്ട് നമുക്കൊരു പ്രശ്നം വന്നതാണ് എഡ്യൂക്കേഷൻ, പിന്നെ കരിയർ, പിന്നെ അഭിനയിക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ മീനാക്ഷിക്ക് ഈ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് കൂടുതലും പാഷൻ ആയിട്ടാണോ തോന്നുന്നത്, അതോ കരിയർ ആയിട്ടാണോ പേഴ്സ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം? അത് നല്ല ക്വസ്റ്റ്യനാണ്. എനിക്കത് ആക്ച്വലി ഇപ്പൊ പഠിത്തവും ഇതും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യണം. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിപ്പോ 10th തൊട്ടാണെങ്കിലും ആ സമയം തൊട്ടാണല്ലോ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എഡ്യൂക്കേഷനെ ഒക്കെ കാണാൻ തുടങ്ങുന്ന സമയം. 10th ക്ലാസ് SSLC വരുന്നു എന്നുള്ളൊരു പേടിയെ തുടങ്ങിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയം തൊട്ടേ എന്നെ 10th ഒരു ടീച്ചർ വീട്ടിൽ വന്ന് പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പൊ ഡിഗ്രി ചെയ്യുക. ഇപ്പോഴും ഒരു മിസ് വീട്ടിൽ വരും, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കും. സമയം ഞാൻ വീട്ടിലുള്ളപ്പോൾ കോളേജിൽ പോകും. അതെനിക്ക് കോളേജ് ലൈഫ് വേണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ എന്നെ ഫോഴ്സ് ചെയ്ത് ഞാൻ കോളേജിലേക്ക് പോകും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ. അതെനിക്ക് കുറച്ച് വലുതായി തോന്നിയാൽ അയ്യോ എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ലല്ലോ തോന്നരുതല്ലോ എന്ന് ഓർത്ത് ഞാൻ അതൊക്കെ ഞാൻ ഇപ്പം ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്നും മിസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാ വഴികളും പല വഴിയും കൂടെ സഞ്ചരിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ കോളേജിൽ പോകേണ്ട സമയത്ത് കോളേജിൽ പോകും. അപ്പോൾ ഈ പറയുന്ന പോലെ കരിയർ ആണോ അതൊരു പാഷൻ ആണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഇപ്പം അതെ ഇപ്പം കരിയറിന് നമ്മളിങ്ങനെ ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നിയാൽ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പം നമുക്ക് ഉറപ്പില്ലല്ലോ. ഇപ്പം നമുക്കുള്ള പ്രൊജക്ട്സ് എന്നും നമുക്കുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എത്ര വയസ്സായാലും ഈ പ്രൊജക്ട്സ് ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ എല്ലാ സമയവും എല്ലാ ക്യാരക്ടറിനും വില്ലിങ് ആണോ എന്നൊന്നും നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊരു കരിയർ ആയിട്ട് ചൂസ് ചെയ്താൽ എനിക്ക് അറിയത്തില്ല അതൊരു സക്സസ്ഫുൾ ആവുമോ എന്നുള്ളത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എപ്പോഴാണോ, ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതും കൂടി ചെയ്യാൻ എന്നല്ല. അതാണ് ഒരു സേഫ് സൈഡ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നതിനെ കഴിഞ്ഞും ഒരു പാഷനാണ്. എനിക്ക് ഇഷ്ടമാണ് ആക്ട് ചെയ്യുന്നതും പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ തന്നെ ഒരു പ്രൊഫഷനായിട്ട് ഇതുവരെ ഞാൻ കണ്ട് ഒരു സ്റ്റേജ് അതെ എനിക്ക് അത് എത്തുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഈ ആക്ടിങ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ചെറുപ്പത്തിൽ നമ്മൾ പറയില്ലേ എനിക്ക് ഡോക്ടർ ആയിക്കോളുന്നുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ ഇഷ്ടമാണ്. ഞാൻ മാറ്റി മാറ്റി പറയായിരുന്നു ഡോക്ടർ ആവണം, JCB ഓടിക്കുന്ന ആളാവണം. ഞാൻ അങ്ങനെ പല ആഗ്രഹം പറയായിരുന്നു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് എൻ്റെ അച്ഛനൊരു ഐസ്ക്രീം കട വേണം. എനിക്ക് അങ്ങനെ പല ആഗ്രഹം. എന്നിട്ട് ആ ഐസ്ക്രീം കട വലുതാകുമ്പോൾ ഞാൻ നോക്കും. അങ്ങനെ ഞാൻ മാറ്റി മാറ്റി പറയായിരുന്നു. പിന്നെ അതൊരു സീരിയസ് ആയിട്ട് നമ്മളൊരു ആഗ്രഹം പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് വന്നു. അപ്പൊ പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചാൽ പോലും കിട്ടാത്തത്ര നല്ലൊരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ അപ്പുറം ഇത് വേണ്ട വേറൊന്നും തന്നെ ആഗ്രഹിക്കാനുള്ള സ്പേസ് ഉണ്ടായില്ല. ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇങ്ങനെ സിനിമയും റിലീസിനൊക്കെ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരെല്ലാവരും ഉറപ്പായിട്ടും കണ്ടു നോക്കുക. പുതിയൊരു ക്രൂ ആണ്. അപ്പം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒത്തിരി വിലപ്പെട്ടതാണ്. കാരണം നേരത്തെ പറയുന്നത് പോലെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അവരെ അറിയിക്കുക. ഞാനും വെയിറ്റിംഗ് ആണ്. ഞാനും ഒരു പാർട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാനും പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഒരു ഓഡിയൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമായിട്ട് ആശംസിക്കുന്നു. മീനാക്ഷി ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ.